സർവം ശിവാർപ്പണം. നമ്മളിപ്പോൾ നാലമ്പല ദർശനത്തിന് വന്നിരിക്കുകയാണ്. ഇത് കർക്കടക മാസമാണ്, പുണ്യമാസമാണ്. ഈ മാസത്തിൽ എല്ലാവരും നാലമ്പല ദർശനം ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉള്ള മാസമാണിത്. അങ്ങനെ ഞാൻ നാലമ്പല ദർശനത്തിന് ശ്രീരാമൻ ക്ഷേത്രം തൃപ്രയാറിൽ വന്നിരിക്കുകയാണ്. ഞാൻ തൃപ്രയാറിൽ ഇവിടെ വെളുപ്പിന് 4 മണിക്ക് 4:30 മണിക്ക് വന്നതാണ്. ഇപ്പോൾ തൃപ്രയാറിൽ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് തൊഴാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെയായി, തൊഴുത് ഇറങ്ങിയ ശേഷമാണ് ഇത് ഇപ്പം നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ സീവേലി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തൊഴാൻ വേണ്ടിയിട്ട് തന്നെ നല്ലൊരു സമയമായി. എന്താ പറയുക, 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്നിട്ടാണ് തൊഴേണ്ട വന്ന്. നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങി ഉള്ള കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. സീവേലിയാണ് ഭഗവാനെ നമ്മൾ പുറത്ത് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തിപ്പോൾ സീവേലി ഇപ്പോൾ ഭഗവാൻ ആനയുടെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്ത് ആ രാമനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ വളരെ ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ സീവേലിയുടെ ബാക്കിൽ തന്നെ നമ്മൾ നടക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. എന്നാലും ഫുൾ വീഡിയോ നമുക്കവിടെ ക്ഷേത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. എല്ലാം കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ക്ഷേത്രത്തിൽ വീഡിയോ അലോഡ് അല്ലാത്ത ഒരു കാരണത്തിനാലാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ സീവേലി വട്ടം കറങ്ങി വന്നു. ഇനി ഇവിടെ നിന്ന് തൃപ്രയാർ കഴിഞ്ഞിട്ട് നമ്മൾ കൂടൽമാണിക്യം നീ ചെല്ലുന്നതാണ്. ബാക്കി വീഡിയോസ് അവിടെ പോയി നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, കട്ടൻ കാപ്പി ചുക്ക് കാപ്പിയൊക്കെ തന്നായിരുന്നു. അതൊക്കെ കുടിച്ചു. അതൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നില്ല. ഇനി അടുത്ത് നമ്മൾ കൂടൽമാണിക്യം പോയി കാണുന്നു. ഭരത ക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രത്തിലൊക്കെ ഉള്ളിൽ പോയിട്ട് നല്ലോണം തൊഴാൻ പറ്റി. നല്ല തിരക്കൊക്കെ ഇഷ്ടംപോലെ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. പിന്നെ തൃപ്രയാർ അത്രയ്ക്കും തിരക്കില്ല ഇവിടെ കൂടൽമാണിക്യത്തിൽ. തൃപ്രയാറിൽ 2-3 മണിക്കൂർ നിൽക്കേണ്ടി വന്നു, ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. എന്നാലും ഇവിടെ അത്രയ്ക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ക്യൂവിൽ നിൽക്കണം എന്ന് പറഞ്ഞാലും എന്നാലും കുറച്ച് സമയം നിൽക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ലോണം തൊഴുതിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ തൊഴുതിട്ട് പുറത്ത് ഇറങ്ങുമ്പോൾ ഈ കുളത്തിൻ്റെ ചുറ്റും നമ്മൾ വീഡിയോ എടുത്തതാണ്. നല്ലോണം വീഡിയോ എടുക്കണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും എന്താ പറയുക, ഈ കുട പിടിച്ചിട്ടാണ് ഫോണിൽ വീഡിയോ എടുക്കുന്നത്. എവിടെ നോക്കിയാൽ ഇവിടെ രാവിലെ ഇപ്പോൾ എത്ര 8 മണി സമയത്താണ് ഇപ്പോൾ കൂടൽമാണിക്യത്തിൽ എത്തിയത്. തൃപ്രയാർ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൂടൽമാണിക്യം കഴിഞ്ഞിട്ട് നമ്മൾ മൂലിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഫോണ് അലോഡല്ല, എല്ലാവർക്കും അത് അറിയുന്നതാണ്. നമ്മൾ ഉള്ളിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് ഫോൺ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒന്നാമത്തത്. അപ്പോൾ അങ്ങനെ തൊഴുത്തിട്ടെങ്കിൽ നമ്മൾ പുറത്ത് വരുമ്പോൾ ഈ കുളത്തിൻ്റെ ചുറ്റി നമ്മൾ നടന്നു വരുന്നത് ഒരു കുറേ മീനൊക്കെ കണ്ടു. എന്നാലും ഒരു നല്ല വൈബാണ്. നല്ലൊരു എന്തൊരു എന്താ പറയുക, മനസ്സാന്തി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കൂടൽമാണിക്യം ഭരതക്ഷേത്രത്തിൽ നിന്ന് നല്ലോണം തൊഴുതിട്ട് അടുത്ത് നമ്മൾ മൂലിക്കുളത്ത് ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോ നമ്മൾ ഇനി മൂലിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. എല്ലാ ക്ഷേത്രത്തിലും കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുൾ കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്ത് നമ്മൾ മൂലിക്കുളത്ത് കാണാൻ നമ്മൾ മൂലിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ലക്ഷ്മണ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട്. പിന്നെന്താ, ഇഷ്ടംപോലെ കുറേ കടകളുണ്ട്.
നമ്മളിപ്പോൾ ഇത്ര രാമൻ്റെ തൃപ്രയാർ പോയി, കൂടൽമാണിക്യം പോയി, അവിടെയൊക്കെ ഇത്രയ്ക്കും കടകൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ നല്ല കടകളുണ്ട്. അവിടെ കടകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒന്നും സമയം കിട്ടിയില്ല. എന്താ പറയുക, വെളിച്ചം ഉണ്ടായിരുന്നില്ല, ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഒന്നും വീഡിയോ ശരിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ചായ കുടിച്ചു. പിന്നെ അവിടെ തൃപ്രയാറിൽ കട്ടൻ കാപ്പി എല്ലാവർക്കും വരുന്നവർക്കും എല്ലാവർക്കും കട്ടൻ കാപ്പി എല്ലാം കൊടുക്കുന്നുണ്ട്. അതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ മൂലിക്കുളത്ത് വന്നിരിക്കുകയാണ്, ലക്ഷ്മണ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കടകളൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ശരിക്കും ഭക്ഷണം കഴിക്കുന്നതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ ഈ കടകളൊക്കെ കണ്ടപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടകളൊക്കെ ഇഷ്ടം പോലെ കടകളുണ്ട്, എന്ത് വേണമെച്ചാൽ നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഒന്നാമത്തത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഫോൺ അലോഡല്ല. ഫോൺ നമ്മൾ വീഡിയോ എടുക്കണമെന്നും ചോദിച്ചപ്പോൾ അവർ ഫോൺ ഉള്ളിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ സമയത്ത് നല്ല ഭക്തിയോടെ നമ്മൾ തൊഴാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വായിൽ നിന്ന് ചീത്ത കേൾക്കണ്ട വിചാരിച്ച് എടുത്തില്ല. പിന്നെ ഇവിടെ താമരപ്പൂ ക്ഷേത്രത്തിൽ ദൈവത്തിന് മാല ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഞാൻ താമരമാലയൊക്കെ വാങ്ങിച്ച് പോയായിരുന്നു. ഇവിടെ നമ്മൾ ലക്ഷ്മണന് താമര കൊണ്ട് നമ്മൾ വെക്കുന്നത് അത്രയ്ക്കും നല്ലതാണെന്ന് പറയാം. ഇനി അടുത്ത് പായമൽ നമ്മൾ പോകുന്നത്. പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് നമ്മൾ. അങ്ങനെ നമ്മൾ പായമൽ വന്നു. ശത്രുഘ്ന ക്ഷേത്രത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. തൊഴുത്തിട്ടൊക്കെ ഇറങ്ങി. അവിടെയും അത്യാവശ്യ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നാലമ്പലത്തിൻ്റെ ക്ഷേത്രമാണ് പായമൽ ശത്രുഘ്ന ക്ഷേത്രം. ഇവിടെ ശത്രു സംഹാര, പിന്നെ അങ്ങനെ ഇങ്ങനെ നമ്മുടെ ശത്രു കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ ചരട് പൂജിക്കണതും, പിന്നെ തകിട്, അങ്ങനത്തെ സംഭവമൊക്കെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ കുറേയുണ്ട്. അങ്ങനെ ഞാനും ചരട് ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശത്രുത്വൻ്റെ ദോഷം അങ്ങനെ എങ്ങനെയൊക്കെ പോട്ട് വെച്ചിട്ട് ചരടൊക്കെ വാങ്ങിച്ചായിരുന്നു. നല്ല ദർശനമായിരുന്നു. അങ്ങനെ നാലമ്പലം തീർത്ഥാടനം ഇപ്പോൾ ഈ ക്ഷേത്രത്തിലൂടെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബർ ലൈക്കും ചെയ്യണം. എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു വിചാരിക്കുന്നു. എല്ലാവരും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന ക്ഷേത്രത്തിൽ ഇനി പോണതൊക്കെ ഞാൻ വീഡിയോ എടുക്കണതായിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബർ ചെയ്യൂ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണണതായിരിക്കും. എന്തായാലും നിങ്ങൾ പറയാവുന്നതാണ്. സർവം ശിവാർപ്പണം. എല്ലാവർക്കും ബായ്.